മണ്ണന്തലയിൽ ഭാര്യ ഹസീനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന ഭർത്താവ് സുരേഷിനെ തമിഴ്നാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ചിദംബരത്തെ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന്റെ മുന്നിൽ ചാടി സുരേഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കൊലപാതകത്തിന് ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സ്വന്തം മകളുടെ മുന്നിൽ വെച്ചാണ് സുരേഷ് ഭാര്യ ഹസീനെ ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കൃത്യത്തിനു ശേഷം കാറിൽ രക്ഷപ്പെട്ട പ്രതി പിന്നീട് മകളെ ഫോണിൽ വിളിച്ച് താനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മകളെ ഫോണിൽ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നുവെന്നാണ് സുരേഷ് പറഞ്ഞത്. ബന്ധുക്കൾ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലാണ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സുരേഷിന്റെ കാർ കണ്ടെത്തിയത്. ഇവിടെ കാർ പാർക്ക് ചെയ്ത ശേഷം സുരേഷ് ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലേക്ക് കടന്നതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മണ്ണന്തല പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 4 മാസം മുമ്പാണ് ഇവർ നാലഞ്ചിറയിൽ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. സുരേഷും ഹസീനയും തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഹസീന വീട്ടിൽ നിന്നും പോയി. തുടർന്ന് സുരേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിൽ വിഷം കഴിച്ച് ജീവനൊടുക്കാനും സുരേഷ് ശ്രമിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചതിനെ തുടർന്ന് ഹസീന തിരിച്ചെത്താൻ സന്നദ്ധ അറിയിക്കുകയായിരുന്നു. ഇന്നലെ വരെ അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് പോലീസ് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഹസീനയുടെ മാതാവിനെയും മക്കളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വിട്ടത്. എന്നാൽ ഇന്നലെ രാവിലോടുകൂടിയാണ് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. തുടർന്ന് അടുക്കളയിൽ ഉണ്ടാകുന്ന കത്തി ഉപയോഗിച്ചാണ് സുരേഷ് ഭാര്യയുടെ കഴുത്തറുത്തത്. ശേഷം കത്തി കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ വച്ച ശേഷമാണ് സുരേഷ് രക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഹസീനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് ശേഷം സുരേഷ് കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. നാലാഞ്ചിറയിൽ 4 മാസമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഹസീനയും കുടുംബവും. ഹസീനയും സുരേഷും തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. വഴക്കുമായി ബന്ധപ്പെട്ട് ഹസീന ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു. തുടർന്ന് പരാതി നൽകി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് വീട്ടിൽ വെച്ച് വഴക്കുണ്ടാകുകയും കറിക്കത്തി ഉപയോഗിച്ച് വീട്ടമ്മയുടെ കഴുത്ത് അറക്കുകയും ചെയ്തത്. ഇവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്.